നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ബ്ലഡ് ഷുഗർ ലെവൽ എന്ന് പറയുമ്പോൾ ഒരു 200 190 നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ അതൊരു 140 150 എത്തുമ്പോൾ അത് കുറച്ച് ഹൈ ആന്നുള്ളൊരു ടോക്ക് ഉണ്ട്. ചിലപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ആവാം, പക്ഷെ എന്നാലും ചോദിക്കാണ്, എന്തുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്നൊരു കുറവ് ആ ഒരു ലെവലിലേക്ക് വന്നത്? അതില് നമ്മള് ട്രീറ്റ്മെന്റിലായാലും ഈ ലോകത്തായാലും പരിണാമം എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാത്തിൻ്റെ ഒരു ചേഞ്ച് ഇല്ലാതെ ഈ ലോകത്തിന് നിലനിൽപ്പില്ല. ആദ്യ കാലത്ത് ഞാൻ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ആദ്യ സയന്റിസ്റ്റ് തോമസ് വില്യംസ് ആക്ച്വലി യൂറിൻ ടേസ്റ്റ് ചെയ്തിട്ടാണ് ഡയബറ്റീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. കാരണം അന്ന് അത്രയാണ് മെത്തേഡ് ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഷുഗർ എത്ര ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇയാൾക്ക് ഷുഗർ ഉണ്ട്, ഭയങ്കര ഹൈ ആയിരിക്കാം. അതിനുശേഷം നമ്മൾ തന്നെ യൂറിനിൽ ഡിപ്പ് ചെയ്ത് യൂറിൻ ടെസ്റ്റ് ചെയ്ത് ഷുഗർ കണ്ടുപിടിക്കുന്നത്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ യൂറിൻ ഷുഗർ നോക്കിയിട്ടാണ് ഷുഗർ കണ്ടുപിടിച്ചിരുന്നത്. പിന്നെ ബ്ലഡിൽ ഷുഗർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡായി. പിന്നെ HbA1c കണ്ടുപിടിക്കാനായി. ഇപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് തുടർച്ചയായിട്ട് ഒരാളുടെ ഷുഗർ നോക്കാനുള്ള സിസ്റ്റം ഉണ്ട്. അപ്പോൾ മോഡേൺ ടെക്നോളജി, അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മോഡേൺ മെഡിസിന് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഡയഗ്നോസ്. പണ്ട് 200 250 വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അവിടുന്ന് ഈ 100-ഉം ഡോക്ടർ പറഞ്ഞ മാതിരി 126-ൻ്റെയും 100-ൻ്റെയും ഇടയിലും ഇപ്പോൾ കൊളസ്ട്രോൾ ആണെങ്കിൽ ചില കണ്ടീഷനിലൊക്കെ നമുക്ക് 35 വരെ കുറച്ച് വെച്ചാൽ വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ എന്താ വെച്ചാൽ ആക്യുറേറ്റ് ആയ മെഡിസിനും ആക്യുറേറ്റ് ആയ ടെസ്റ്റുകളും നമുക്ക് അവൈലബിൾ ആയപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ സ്റ്റഡികൾ നടത്തും. ഈ സ്റ്റഡികൾ എന്താ പറയുന്നത്, 100 ആളുടെ ഷുഗർ നമ്മൾ 100-ൻ്റെ താഴെ വെച്ചു, 100 ആളുടെ ഷുഗർ ഒരു 125 വെച്ചു. ഇവർക്ക് ഭാവിയിൽ വരുന്ന അസുഖങ്ങൾ, അത് കാലിലെ മുറിച്ചു മാറ്റലോ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ അല്ലെങ്കിൽ അവരുടെ ഇറക്ഷൻ ഫെയിലിയറോ ഒക്കെ കമ്പയർ ചെയ്തിട്ട് ഏത് ലെവലിൽ വെക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബെറ്റർ കിട്ടുന്നത് നോക്കി അതാണ് ട്രീറ്റ്മെൻറ്റ് ലെവലാക്കി വെക്കുന്നത്. അപ്പോൾ സയൻസ് പ്രോഗ്രസ് ചെയ്യുന്ന മാതിരി നമ്മൾ പണ്ട് മാരുതി നടന്നിരുന്നവർക്ക് ഇന്ന് BMW ഉണ്ട്, കട്ട റോഡിൽ നമുക്കിതാ വലിയ ഹൈവേ വന്നിട്ടുണ്ട്. അതുമാതിരിയുള്ള സയൻസിൻ്റെ ഒരു പ്രോഗ്രസ്സാണ് നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ പോലും ചെക്ക് ചെയ്യാനും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുമുള്ള കഴിവ് വന്നത്. ആക്ച്വലി ഇറ്റ്സ് എ പ്രോഗ്രസ്, അല്ലാതെ അത് യാതൊരു തരത്തിലും അതൊരു ബിസിനസ് ടെക്നിക്കല്ല. ഇറ്റ് ഈസ് സയൻസ് പ്രോഗ്രസ് ആണ്. സയൻസ് പ്രോഗ്രസ് ചെയ്യുമ്പോഴുള്ള ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കാലത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ മാർത്താണ്ഡവർമ്മമാരെ എല്ലാവരും ജീവിച്ചിരിക്കുന്ന 48 വയസ്സ് വരെയൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മൾ ഏറ്റവും ചെറിയ ആളും 60 വയസ്സ് ഷഷ്ടിപൂർത്തി വലിയ ഇത് ആഘോഷം നടത്തിയത് 60 വയസ്സ് കഴിഞ്ഞവർ വളരെ കുറവേണ്ടാന്നുള്ളൂ. ഇപ്പൊ 60 വയസ്സിലാണ് എല്ലാവരും ബിസിനസ് ചെയ്യാനും രാഷ്ട്രീയത്തിൽ ഇറങ്ങാനും നിൽക്കണേ. ഇനിയൊരു 30 കൊല്ലം കൂടി എനിക്ക് ജീവിക്കാമെന്ന് വിചാരിച്ചു. സോ അതിനനുസരിച്ചിട്ടുള്ള സയന്റിഫിക് പ്രോഗ്രസ് ആണ് അത് കാണിക്കുന്നത്. ഓക്കെ സർ, പലപ്പോഴും ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, മരുന്ന് മാഫിയ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന്റെ സംശയം എല്ലാവർക്കും മാറിയെന്ന് വിചാരിക്കുന്നു.